പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിലെ വിതരണ അറിയിപ്പുകൾ എത്തിച്ചേർന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 ജൂൺ മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. പദ്ധതി ആനുകൂല്യം 5 സാമൂഹിക സുരക്ഷാ പെൻഷനുകളായ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന, സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിലേക്കും ആനുകൂല്യം എത്തിച്ചേരും. 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കാണ് നിലവിൽ ആനുകൂല്യം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതമായ 300 മുതൽ 500 രൂപ വരെ കൈപ്പറ്റുന്ന 7 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. നിലവിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷൻ തുക വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആധാറിന്റെ പകർപ്പും മറ്റ് അനുബന്ധ രേഖകളും നൽകി അപേക്ഷ വെക്കാവുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാവും തുക എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്രവിഹിതവും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാകും വിതരണം നടത്തുക. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത 5 പെൻഷനുകൾ കൈപ്പറ്റുന്ന വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ജൂൺ മാസം 30-ന് മുന്നോടിയായി തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കേണ്ടതാണ്. വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ആളുകളും മറ്റു പെൻഷനുകൾ കൈപ്പറ്റുന്ന ആളുകളും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താകുന്നതാണ്. ഇതിനു പുറമെ ഭൗതിക സാഹചര്യ പരിശോധനകൾ വീണ്ടും കർശനമാക്കാൻ ഒരുങ്ങി സർക്കാർ. ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ള വീടുകൾ ഉള്ളവർ, AC ഉള്ള വീടുകളുള്ളവർ, 4 ചക്ര വാഹനമുള്ള വീടുകൾ, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ എന്നിവർ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും. ജൂൺ 19-ന് അവതരിപ്പിക്കുന്ന ബജറ്റിൽ പെൻഷൻ തുക 3000 രൂപയിലേക്ക് ഉയർത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ തുക ഉയർത്തുമ്പോൾ 500 രൂപയുടെ വരെ വർധനവാണ് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തിന് പിന്നാലെ കേന്ദ്ര സഹായം കൂടി എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. PM കിസാൻ സമ്മാൻ നിധി യോജനയുടെ അടുത്ത ഗഡു വിതരണത്തിന് മുന്നോടിയായി കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് വീണ്ടും കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഗുണഭോക്താക്കൾക്ക് ID ജനറേറ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വീതം വാങ്ങുന്നവർ, കാർഷിക ലോണുകൾക്ക് അപേക്ഷ വെച്ചിട്ടുള്ളവരും അപേക്ഷ വെക്കാൻ പോകുന്ന ആളുകൾക്കും, കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നിലവിൽ ലഭ്യമായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ കാർഷിക സ്കീമുകളിൽ ഗോൾഡ് ലോൺ എടുക്കുന്നവർ, ജൈവ രാസവളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സബ്സിഡിയിൽ വാങ്ങുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കും ഈയൊരു നിയമം ബാധകമാണ്. കൃഷിഭൂമിയുള്ള മുഴുവൻ ആളുകളും ഇതിൻ്റെ ID എടുത്തിരിക്കണം എന്നുള്ളതാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ടതാണ്. കർഷകർക്ക് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് ID നിർബന്ധമാക്കിയിട്ടുണ്ട്. നിലവിൽ അവസാന തീയതി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് കർഷക ID ജനറേറ്റ് ചെയ്ത് തുടങ്ങേണ്ടതാണ്. വെരിഫിക്കേഷൻ പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ പിന്നീട് ഒരു കർഷക ID കാർഡ് കൂടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നതാണ്. കർഷകരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, കൃഷിഭൂമി സംബന്ധിക്കുന്ന രേഖകൾ, അതായത് കരമടച്ച രസീതിൻ്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്നീ രേഖകളുമായി CSC സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഉടനെ തന്നെ രജിസ്ട്രേഷൻ നടത്തുക. അടുത്ത ഗഡു വിതരണം ഉടൻ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഒരുപക്ഷെ തുക മുടങ്ങിയേക്കാം. ജൂൺ മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം തന്നെ ഏപ്രിൽ, മെയ് മാസങ്ങളിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ കൂടി എത്തിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ജൂൺ മാസം മുതൽ ഏത് രീതിയിലാണ് നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ പുതിയ സർക്കാർ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ മെയ് മാസം വരെയുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെയും സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെയും വിതരണം സംബന്ധിച്ചിട്ടുള്ള ഉത്തരവുകൾ പഴയ സർക്കാർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങളിൽ 2000 രൂപ വീതമാണ് സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സന്തോഷ വാർത്ത
എത്തി. സർക്കാർ വാഗ്ദാനം അനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം തന്നെയാണ്. സംസ്ഥാനത്ത് 2026 ജൂൺ മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണമാണ് ഇനി കാത്തിരിക്കുന്നത്. മെയ് മാസത്തിലെ വിതരണം ഏകദേശം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ അറിയിപ്പ് എത്തിച്ചേർന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്ക് പുറമെ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഏറ്റവും പുതിയ മാറ്റങ്ങളോടുകൂടി ഇനി വരാൻ പോകുന്നത് ജൂൺ മാസത്തിലെ പുതിയ സർക്കാരിൻ്റെ രണ്ടാമത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിന് തന്നെയാണ്. അടിസ്ഥാന പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുമെന്നുള്ളതാണ് UDF പ്രകടന പത്രികയിലെ വാഗ്ദാനം. സാധാരണയായി എല്ലാ മാസങ്ങളിലും 20-ാം തീയതിയോടുകൂടി സേവന സൈറ്റ് പെൻഷൻ വിതരണത്തിനായി ക്ലോസ് ചെയ്യുകയും വിതരണ നടപടികൾ ആരംഭിക്കുകയും ഏകദേശം 25-ാം തീയതിയോടുകൂടി പെൻഷൻ വിതരണം അക്കൗണ്ടുകളിലേക്ക് ആരംഭിക്കുകയും ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇനി മുതൽ പുതിയ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പെൻഷൻ വിതരണത്തിലുൾപ്പെടെ വമ്പൻ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്. എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുകളുള്ള ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ കൃത്യമായി നൽകുമെന്നുള്ളതാണ് പുതിയ സർക്കാരിൻ്റെ വാഗ്ദാനം. പഴയ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പെൻഷൻ വിതരണം നേരത്തെ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ സ്വീകരിക്കുന്ന ആളുകൾ, 7.5 ലക്ഷത്തോളം വരുന്ന NSIP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കുള്ള വിതരണമാണ് ആരംഭിക്കുക. എന്നാൽ ഈ സാഹചര്യത്തിൽ നേരത്തെ LDF സർക്കാർ പ്രഖ്യാപിച്ച് വിതരണം ആരംഭിച്ചിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനുകളുടെ വിതരണം നടക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ഗുണഭോക്താക്കൾ ആശങ്കപ്പെടുന്നത്. LDF സർക്കാർ ആരംഭിച്ചിരുന്ന പദ്ധതി ആയതുകൊണ്ട് തന്നെ പുതിയ UDF സർക്കാരും സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ മുടക്കം കൂടാതെ വിതരണം ചെയ്യും. സാമൂഹിക സുരക്ഷാ പെൻഷന് പുറമെ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീർത്തുള്ള ആനുകൂല്യ വിതരണം കൂടിയാണ് പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കാൻ പോകുന്നത്. ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ വിതരണം, മാനദണ്ഡം, അർഹത, നടപടിക്രമങ്ങൾ എന്നിവ ക്രോഡീകരിച്ച് പുതിയൊരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം, പെൻഷൻ അനുവദിക്കപ്പെട്ട പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി ചേർത്ത് സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ മുൻ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 30-ന് മുൻപായി തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്ക് ജൂലൈ മാസം മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും. പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് കൂടി വരുത്തുന്നതോടുകൂടി ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമായി പെൻഷൻ വിതരണം ചുരുക്കും. പുതുക്കിയ മാനദണ്ഡങ്ങളോടുകൂടി ഭൗതിക സാഹചര്യ പരിശോധനകൾ പുതിയ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വൈകാതെ തന്നെ ആരംഭിക്കും. ക്ഷേമ പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് സംസ്ഥാന സർക്കാർ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രമായിരിക്കും ഇനി മുതൽ പെൻഷൻ തുക വിതരണം ചെയ്യുക. നാളിതുവരെയും വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലാത്ത 5 സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റുകൾ കൂടി സമർപ്പിക്കേണ്ടതാണ്. അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള ആളുകൾ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത്. 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളാണ് ഇനിയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാൻ ബാക്കിയുള്ളത്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ബാധകമല്ല. ബോർഡ് അറിയിക്കുന്ന മുറയ്ക്ക് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും മാത്രമാണ് ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾ ചെയ്യേണ്ടത്. ജൂൺ മാസം മുതൽ വിവിധ ഘട്ടങ്ങളിലായി വർദ്ധിപ്പിച്ച പെൻഷൻ തുക അടക്കമാണ് ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുക. സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങളുടെയും പെൻഷൻ വിതരണങ്ങളുടെയും 2ാം ഘട്ട വിതരണം ആരംഭിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരും. മറ്റൊരറിയിപ്പ്, സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം 58 ആക്കണമെന്ന് ധവളപത്രത്തിലെ ശുപാർശ ഈ വർഷത്തെ ബജറ്റിൽ അംഗീകരിക്കില്ല. സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പള വർധനയുടെ ബാധ്യത ഏറ്റെടുക്കാനാവില്ലെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ. പകരം ക്ഷാമബത്ത കുടിശ്ശികയില്ലാതെ ക്രമപ്പെടുത്തുന്നതിനായിരിക്കും മുൻഗണന. ഈ മാസം 19-ന് മുഖ്യമന്ത്രി VD സതീശൻ പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. 2% ക്ഷാമബത്ത ഇപ്പോൾ കുടിശ്ശികയുണ്ട്. അത് ബജറ്റിൽ പ്രഖ്യാപിക്കും. നേരത്തെ അനുവദിച്ച ക്ഷാമബത്ത ഗഡുക്കളുടെ മുൻകാല പ്രാബല്യം അനുസരിച്ചിട്ടുള്ള കുടിശ്ശിക നൽകിയിട്ടില്ല. ജീവനക്കാർക്ക് 21,670 കോടിയും പെൻഷൻകാർക്ക് 14,387 കോടി രൂപയുമാണ് ഈ ഇനത്തിൽ പണമായി നൽകേണ്ടത്.
ഇത് ഘട്ടം ഘട്ടമായി കൊടുക്കാനാണ് ആലോചന. പെൻഷൻ പ്രായം കൂട്ടിയാൽ വിരമിക്കൽ ആനുകൂല്യത്തിൽ വർഷം 6,000 കോടി രൂപ വീതം 2 വർഷം 12,000 കോടി ലാഭിക്കാമെന്നാണ് ധവളപത്രം പറയുന്നത്. എന്നാൽ ഇത് സ്ഥായിയായ ലാഭമല്ല. എപ്പോൾ വിരമിച്ചാലും ആനുകൂല്യം നൽകണം. ചിലവ് മാറ്റിവെക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ശമ്പള പരിഷ്കരണം 10 വർഷത്തിൽ ഒരിക്കൽ മതിയെന്ന ധവളപത്ര നിർദ്ദേശം സർക്കാർ അംഗീകരിക്കുമെന്നും സൂചനയുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിലും അപേക്ഷകരുടെ എണ്ണം കുതിച്ച് ഉയരുകയാണ്. 35 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും പെൻഷന് അപേക്ഷിക്കാമെന്നതിനാൽ ഗുണഭോക്താക്കൾ ഇനിയും കൂടും. അപേക്ഷകൾ കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ അപേക്ഷകൾ അംഗീകരിക്കുന്ന മുറക്ക് സർക്കാർ പെൻഷൻ അനുവദിക്കുന്നതാണ് രീതി. 35-നും 60-നും ഇടയിലുള്ള മഞ്ഞ, പിങ്ക് കാർഡുകളിലെ അംഗങ്ങളായ സ്ത്രീകൾക്കാണ് പെൻഷന് അർഹത. സംസ്ഥാനത്ത് നിന്ന് താമസം മാറുകയോ ജോലി ലഭിക്കുകയോ ചെയ്താൽ പെൻഷൻ കിട്ടില്ല. റേഷൻ കാർഡ് മാറിയാലും പെൻഷൻ കിട്ടില്ല. അനർഹമായി പെൻഷൻ വാങ്ങിയാൽ 18% പലിശ സഹിതം തുക തിരികെ ഈടാക്കും. സാമൂഹിക സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പ്രതിമാസം 1,050 കോടി രൂപ സർക്കാർ ഇപ്പോൾ നീക്കിവെക്കുന്നുണ്ട്. കടമെടുത്താണ് മിക്ക മാസങ്ങളിലും ഇത് നൽകുന്നത്. ഇതിനു പുറമെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് പണം കണ്ടെത്തേണ്ടത്. 2 പെൻഷനും കൂടി നൽകാൻ നിലവിൽ പ്രതിമാസം 1,230 കോടിയിലേറെ രൂപ വേണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ 2,000-ൽ നിന്ന് 3,000-ആക്കി ഉയർത്തുമ്പോൾ ഇരു പെൻഷനുമായി 2,000 കോടിയിലേറെ രൂപ മാസം തോറും കണ്ടെത്തേണ്ടി വരും. മറ്റൊരറിയിപ്പ്. രാജ്യത്ത് വീണ്ടും ഗാർഹിക പാചകവാതക വില വർദ്ധിപ്പിച്ചു. 29 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. 3 മാസത്തിനിടെ 2ാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 7-ന് 60 രൂപ കൂട്ടിയിരുന്നു. ജൂണിൽ വാണിജ്യ LPG വിലയിൽ 42 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഗാർഹിക പാചകവാതക വില വർധനയിൽ കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഗാർഹിക LPGയുടെ വിലയിലും വർധനയുണ്ടായത്. ഗാർഹിക സിലിണ്ടറിന്റെ വില വർധനയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഉപഭോക്താക്കൾ. വില വർധന പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. വില വർദ്ധിക്കുന്ന വാർത്തകൾ മാത്രമാണ് വരുന്നത്. വില കുറച്ചു എന്നൊരു വാർത്ത ഇതുവരെയും കണ്ടിട്ടില്ല. വിലക്കയറ്റത്തെ എങ്ങനെ നേരിടാനാണ്? നിലവിൽ നിത്യോപയോഗ വസ്തുക്കളുടെ വില ദിനംപ്രതി കൂടുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന ഗാർഹിക LPG സിലിണ്ടറുകളുടെ എണ്ണം കുറച്ച് കേന്ദ്രം. 1 വർഷം ലഭിക്കുന്ന സബ്സിഡി സിലിണ്ടറുകൾ 9-ൽ നിന്ന് 4-ആയാണ് കുറച്ചത്. 14.2 കിലോഗ്രാം ഗ്യാസ് സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് സബ്സിഡി എണ്ണം കുറച്ചത്. 300 രൂപയാണ് ഒരു സിലിണ്ടറിൽ കേന്ദ്രം സബ്സിഡിയായി നൽകുന്നത്. പൊതുമേഖലാ എണ്ണക്കമ്പനികൾ ഗ്യാസിന് 700 രൂപയും പെട്രോളിന് 6 രൂപയും ഡീസലിന് 30 രൂപയും നഷ്ടത്തിലാണ് ഉള്ളതെന്നാണ് വിഷയത്തെ ന്യായീകരിച്ച് പെട്രോളിയം മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അറിയിച്ചത്. മാർക്കറ്റ് വിലയെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു സിലിണ്ടറിന് 700 രൂപ നിരക്കിൽ പാചകവാതക സിലിണ്ടറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര LPG വില ഉയരുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനമെന്നും റിപ്പോർട്ടുകളുണ്ട്. സാധാരണക്കാരുടെ ജീവിതത്തെയും സാമ്പത്തിക ശീലങ്ങളെയും സ്വാധീനിക്കുന്ന നിരവധി സുപ്രധാന നിയമങ്ങളാണ് ഈ മാസം മുതൽ നിലവിൽ വന്നിരിക്കുന്നത്. പാചകവാതക കണക്ഷൻ, UPI ഇടപാടുകൾ, ATM നിരക്കുകൾ, പാൻ കാർഡ് നിയന്ത്രണങ്ങൾ തുടങ്ങി വിവിധ മേഖലകൾക്ക് സർക്കാർ പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. പാചകവാതക കണക്ഷനുകളുമായി ബന്ധപ്പെട്ട് ജൂൺ 1 മുതൽ കർശനമായ നിയമങ്ങളാണ് സർക്കാർ നടപ്പിലാക്കിയത്. പുതിയ നിർദ്ദേശപ്രകാരം ഒരു മേൽവിലാസത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സജീവ ഗ്യാസ് കണക്ഷൻ മാത്രമേ അനുവദിക്കൂ. നിലവിൽ PNG കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ LPG സിലിണ്ടറുകൾ സൂക്ഷിക്കാൻ അനുവാദമുണ്ടാകില്ല. 2 കണക്ഷനും ഉള്ളവർ LPG സിലിണ്ടർ സറണ്ടർ ചെയ്യേണ്ടി വരും. അല്ലാത്തപക്ഷം എണ്ണക്കമ്പനികൾ നിങ്ങളുടെ LPG കണക്ഷൻ ബ്ലോക്ക് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യും. മറ്റൊരറിയിപ്പ്. വ്യാജ പേരുകളും QR കോഡുകളും ഉപയോഗിച്ചിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി UPI പണമിടപാടുകളിൽ വലിയ മാറ്റം വരുന്നു. ജൂൺ 1 മുതൽ പണം അയക്കുമ്പോൾ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത യഥാർത്ഥ പേര് മാത്രമേ സ്ക്രീനിൽ കാണിക്കുന്നുള്ളൂ. ATM വഴിയുള്ള പണമിടപാടുകൾക്കും ജൂൺ 1 മുതൽ പുതിയ നിയന്ത്രണങ്ങൾ വരുത്തി. UPI ഉപയോഗിച്ച് ATMകളിൽ നിന്ന് പണം പിൻവലിക്കുന്നതും ഇനി ബാങ്കുകൾ നൽകുന്ന 5 സൗജന്യ ഇടപാടുകളുടെ പരിധിയിൽ ഉൾപ്പെടുത്തും. പരിധി കഴിഞ്ഞുള്ള UPI ATM പിൻവലിക്കലുകൾക്ക് ബാങ്കുകൾ പ്രത്യേക നിരക്കുകൾ ഈടാക്കുന്നതാണ്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി പാൻ കാർഡ് നിബന്ധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. 1 വർഷത്തിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ബാങ്കിൽ നിക്ഷേപിക്കാനും പിൻവലിക്കാനും പാൻ കാർഡ് നിർബന്ധമാണ്. 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്ക് പാൻ കാർഡ് വേണം. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ പാൻ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്.
പാൻ കാർഡ് ഇല്ലാതെ ഇനി മുതൽ പുതിയ ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാകില്ല. മറ്റൊരറിയിപ്പ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു. 2026 ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലേക്ക് വൈദ്യുതിയുള്ള വീടുകളിലെ മഞ്ഞ കാർഡിന് ആകെ 1 ലിറ്റർ മണ്ണെണ്ണയും പിങ്ക്, നീല, വെള്ള കാർഡുകൾക്ക് ആകെ അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം നോക്കാം. മഞ്ഞ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് 4 കിലോ അരി കിലോക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 4 കിലോ വരെ ആട്ട കിലോക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. ഏപ്രിൽ മെയ് ജൂൺ കാലയളവിലേക്കുള്ള മണ്ണെണ്ണ വിതരണം തുടരുന്നുണ്ട്. മറ്റൊരറിയിപ്പ്, സംസ്ഥാന ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഭാഗമായി നഗരസഭകളിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് സംരംഭ വികസന പദ്ധതി രൂപീകരിക്കും. ലോകബാങ്ക് ധനസഹായത്തോടെ നടപ്പാക്കുന്ന കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ നഗരസഭകളിലുമാണ് പദ്ധതി നടപ്പാക്കുക. ഹരിതകർമ്മസേനാംഗങ്ങളുടെ നിലവിലെ വരുമാന സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്യുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇത് സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കി. ഹരിതകർമ്മസേന കൺസോർഷ്യങ്ങളുടെ നേതൃത്വത്തിൽ ചെറുകിട സംരംഭക യൂണിറ്റുകൾ രൂപീകരിക്കും. ഇതോടെ പ്ലാസ്റ്റിക് ശേഖരണം, തരംതിരിക്കൽ, റീസൈക്ലിംഗ്, അനുബന്ധ പ്രവർത്തനങ്ങൾ, ക്ലീനിംഗ് യൂണിറ്റുകൾ, ജൈവവള നിർമ്മാണം, പുനരുപയോഗ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, ഹോം കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ എന്നിവ പോലുള്ള മേഖലകളിൽ സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയും. ഇത്തരം യൂണിറ്റുകൾക്ക് രജിസ്ട്രേഷൻ, ബാങ്ക് വായ്പകൾ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കാനും സൗകര്യമൊരുക്കും. ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭ മൂലധനം, ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായം, 6 മാസം വരെയുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, പരിശീലനം, പിന്തുണ എന്നിവ നൽകും. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ താൽപ്പര്യവും പ്രാദേശിക ആവശ്യങ്ങളും വിലയിരുത്തി അനുയോജ്യമായ ബിസിനസ് മോഡലുകൾ നഗരസഭകൾക്ക് തിരഞ്ഞെടുക്കാം. സംരംഭങ്ങളുടെ തുടർ നിരീക്ഷണവും നഗരസഭകൾക്ക് ചുമതലയായിരിക്കും. പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്താൻ നഗരസഭാ തലത്തിൽ ജോയിന്റ് മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കും. സംരംഭങ്ങൾ വിജയകരമാക്കുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ബിസിനസ് മാനേജ്മെന്റ്, അക്കൗണ്ടിംഗ്, മാർക്കറ്റിംഗ്, ഉൽപ്പന്ന വികസനം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക പരിശീലനം നൽകും. ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി കുടുംബശ്രീ, ഹരിത കേരള മിഷൻ തുടങ്ങിയ ഏജൻസികളുടെ സഹകരണവും ഉറപ്പാക്കും. നിലവിൽ യൂസർ ഫീസ് ശേഖരണത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സ്ഥിരതയുള്ള അധിക വരുമാന മാർഗം സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ നഗരമാലിന്യ സംസ്കരണ സംവിധാനവും കൂടുതൽ കാര്യക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരറിയിപ്പ്, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി പുതിയ സർക്കാർ. നിലവിൽ 2 വർഷം സർവീസ് ഉണ്ടെങ്കിൽ പെൻഷന് അർഹതയുണ്ടായിരുന്നു. ഇത് 4 വർഷമായി ഉയർത്തി. 2 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ 3 വർഷമായി കണക്കാക്കിയും പെൻഷൻ നൽകിയിരുന്നു. എന്നാൽ ഒരു മന്ത്രിസഭയുടെ ഏതാണ്ട് ഭൂരിഭാഗം കാലത്തും സർവീസ് ഉണ്ടെങ്കിൽ മാത്രം പെൻഷൻ നൽകിയാൽ മതി എന്നാണ് പുതിയ തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിക്കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഇത് ബാധിക്കും. പുതിയ നിബന്ധനകൾക്ക് മുൻകാല പ്രാബല്യം ഏർപ്പെടുത്തില്ല. അതിനാൽ നിലവിലെ 4 വർഷത്തിൽ കുറവുള്ള സർവീസിന് പെൻഷൻ ലഭിക്കുന്നവർക്ക് അത് തുടർന്നും ലഭിക്കും. പുതിയ സർക്കാരിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മാത്രമായിരിക്കും പുതിയ നിബന്ധനകൾ ബാധകം. 2 വർഷം കഴിയുമ്പോൾ നിലവിലുള്ളവരെ ഒഴിവാക്കി പുതിയ ആളുകളെ നിയമിച്ച് 2 കൂട്ടരെയും പെൻഷന് അർഹരാക്കുന്ന രീതിയായിരുന്നു തുടർന്നിരുന്നത്. കേരളത്തിൽ മാത്രമാണ് മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ പെൻഷൻ അനുവദിക്കുന്നത്. 1994 സർക്കാരാണ് മന്ത്രിമാരുടെ സ്റ്റാഫിന് പെൻഷൻ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. ഇതിനെതിരെ സുപ്രീം കോടതി ഉൾപ്പെടെ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചെങ്കിലും ആ രീതി അവസാനിപ്പിക്കാൻ മുൻ സർക്കാരുകളൊന്നും തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശക്തമായി രംഗത്ത് വരികയും വിഷയം ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.